പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമക്കളെ, നമുക്കറിയാം ജീവിതത്തിലെ തോൽവികൾ വരുമ്പോൾ പലവിധമായിട്ടുള്ള ഭാരങ്ങൾ നമ്മുടെ മേൽ വന്നിട്ട് നമ്മെ അത് തകർക്കുമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ സാഹചര്യത്തിൽ ദൈവം നമുക്ക് തരുന്ന ആ സ്ട്രെങ്ത്തും ജോയും അതിനകത്തുള്ളൊരു ബ്യൂട്ടി അത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഓർത്തുകൊള്ളണം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമായിട്ട് കഷ്ടതയായിട്ട് ഒക്കെ കടന്നു വരുന്നോ, നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അതനുസരിച്ചാണ് പല കഷ്ടങ്ങളുടെയും ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 4 അധ്യായം 19 വാക്യം, 1 Peter chapter 4 verse 19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മൾ തിരുവചനത്തിൽ നോക്കുമ്പോൾ അനേക ഭക്തന്മാർ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ആ കഷ്ടതയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ ആ കഷ്ടതയിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതും കണ്ടിട്ടുണ്ട്. പത്രോസ്, ദാവീദ് ഒക്കെ നമുക്ക് ഉദാഹരണമായിട്ടെടുത്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. യേശു കർത്താവ് പത്രോസുമായിട്ട് പറയുന്ന ഒരു കോൺവെർസേഷൻ നാം കാണുന്നുണ്ട്. യേശു കർത്താവ് പത്രോസിനോട് പറയുക, സാത്താൻ ഗോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷേ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാനത് അനുവദിച്ചില്ല എന്ന് കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് പറയുന്നത് നമുക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ച് കൊള്ളുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവേ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്, പത്രോസിൻ്റെ വിശ്വാസം പോകരുതെന്ന് യേശു കർത്താവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. സാത്താൻ്റെ റിക്വസ്റ്റ് കണ്ടില്ലേ? സാത്താൻ്റെ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്താൽ പീറ്ററിന് തൻ്റെ ഫെയ്ത്തിൽ കൂടെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പാടുവരും. എന്നാൽ അങ്ങനെ പോയാൽ വേറൊരു കാര്യം കൂടെ, തൻ്റെ സഹോദരന്മാരെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ പത്രോസിന് കഴിയാതെയും വരും. അതുകൊണ്ട് തൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ പത്രോസ് തൻ്റെ പേർപ്പസ് ഓഫ് സഫറിങ് പറയുന്നുണ്ട്. അതായത് ദ ഡൂയിങ് ഓഫ് ഗുഡ് വർക്ക്സ് വിച്ച് വിൽ ഗ്ലോറിഫൈ ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒന്ന് ബലപ്പെടുവാനും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വീകരിക്കാനുമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വന്നു എന്നിരിക്കും. ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്ന സഫറിങ്സ് ഈ ലോകത്തിനകത്തെ പാപത്തിൽ നിന്നാണെന്ന് താൻ വിശ്വസിക്കുന്നു. താൻ അതങ്ങനെ പറയുന്നു. നമ്മൾ നോക്കുമ്പോൾ നുണയും ചതിയും വിദ്വേഷവും എല്ലാം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതേ പാപത്തോടുള്ള വെറുപ്പ്
നമുക്കുണ്ടാകണം. നാം ദൈവമക്കളാണ്. പക്ഷെങ്കിൽ മനസ്സിലാക്കണം, ചില ചീത്ത വാക്കുകളും ചില നുണകളും ചില ഫോൾസ് അക്യൂസേഷനും അതും ചിലപ്പോൾ നാം കേൾക്കേണ്ടി വരും. ദാവീദിനോട് ഒന്ന് ഏകീഭവിച്ച് അവൻ്റെ വേദനയുമായിട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്കവിടുന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കഷ്ടവും വേദനയും വന്നപ്പോൾ ദാവീദ് ആരിലേക്ക് തിരിഞ്ഞു? അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. He turns to the Lord, trusting the Lord to be his refuge, to be his place of blessing, and to be with him through his suffering. എന്ത് മനസ്സിലായി? നമ്മുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ക്രൂവലായിട്ടുള്ള ഡിസീറ്റ്ഫുള്ളായിട്ടുള്ള വാക്കുകൾ സാത്താൻ തൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ നേരെ അഴിച്ചുവിടുമ്പോൾ, ദൈവപൈതലെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ നല്ല ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയുമോ? തീർച്ചയായിട്ടും ദൈവമക്കളെ കഴിയണം. പൗലോസിനെ നോക്കുമ്പോൾ പൗലോസിനെ നമുക്ക് നല്ലവണ്ണം അറിയാം. തൻ്റെ ജഡത്തിലൊരു ശൂലം. പ്രൈസ് ഗോഡ്. അതായിരുന്നു അവൻ്റെ അഫ്ലിക്ഷൻ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പത്രോസിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായി. അവിടെ എല്ലാം നമുക്ക് എന്തുകൊണ്ടാണത് വന്നതെന്നുള്ള ആ കാരണവും അവരെങ്ങനെ ആ കഷ്ടതയിൽ റെസ്പോണ്ട് ചെയ്തു നിന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൗലോസ് 2 കൊരിന്ത്യർ എഴുതുമ്പോൾ, സെക്കൻഡ് ലെറ്റർ ടു ദ കൊരിന്ത്യൻസ് ചർച്ചിൽ ഈ തോൺ ഇൻ ദ ഫ്ലഷ് പല പ്രാവശ്യം നമ്മളത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്കതറിയാം. പൗലോസ് അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേദപണ്ഡിതന്മാർ പലതും അതേക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ മോശമായ ഐസൈറ്റായിരുന്നു, തനിക്കൊരു ലിമ്പുണ്ടായിരുന്നു, തനിക്ക് എപ്പിലെപ്സി വന്നെന്ന് പോലും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അതവൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അത് നെവർ എൻഡിങ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു. കുഞ്ഞെ, നീ നിൻ്റെ ശരീരത്തിൽ ഒരിക്കലും വിട്ടുമാറാത്ത ചില ഫിസിക്കൽ എയിൽമെൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? സാത്താൻ ആണ് അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഓർക്കാം, ദൈവത്തോട് അവന് ദേഷ്യം തോന്നാനും ഇത് മാറ്റിക്കളയാത്തതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ നാം മനസ്സിലാക്കുന്നുണ്ട്, ദൈവം ഇത് അനുവദിച്ചത് പൗലോസിൻ്റെ ആശ്രയം ക്രിസ്തുവിലുള്ളതിനെ ഒന്നും കൂടെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. He says that he is glad to boast in his weakness so that Christ's power will work through him. ആ ബലഹീനതയിൽ പ്രശംസിക്കുവാൻ തനിക്ക് കഴിയുന്നുവെന്ന് പൗലോസ് പറയുക. ഒരിക്കലും നാം നമ്മുടെ ശക്തിയിൽ ചാരരുത് കേട്ടോ. നമുക്ക് പോകാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. അതെങ്ങോട്ടാ? ടു ദ സ്ട്രെങ്ത് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദ സഫറിങ് ഓഫ് അഫ്ലിക്ഷൻ. നമുക്കെല്ലാം അത് നേരിടേണ്ടി വരും. ഹല്ലേലൂയ. നമ്മുടെയും ജീവിതത്തിൽ ചില വേദനകൾ കൊണ്ട്, ചില കഷ്ടത കൊണ്ട് വാവിട്ട് കരഞ്ഞിട്ടില്ലേ? ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ മറുപടി കിട്ടാതിരുന്ന സമയത്തും കരച്ചിൽ തുടർന്നുകൊണ്ടിരുന്ന സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യം തന്നു. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇൻക്രെഡിബിൾ ക്യാരക്ടർ ഓഫ് പേഷ്യൻസ് നമ്മളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന്. ഗോഡ്സ് ഗോൾ ഈസ് നോട്ട് അവർ കംഫർട്ട്, ഇറ്റ്സ് അവർ ക്യാരക്ടർ. അപ്പം ആ കഷ്ടതയുടെ തീച്ചൂളയിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ക്യാരക്ടർ ഒന്ന് ഫോം ചെയ്തെടുക്കുന്നത്. അല്ലാതെ സഫറിങ് മനസ്സിലാക്കണമേ, അതിൽ കൂടി പോകാതെ നമ്മുടെ ക്യാരക്ടറിന് ഒരു വ്യത്യാസവും വരത്തില്ല. കഷ്ടത വരുമ്പോൾ കൂടുതൽ കണ്ണുനീര്, കൂടുതൽ പ്രാർത്ഥന അതെപ്പോഴും ഉണ്ടാകും. അതുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന്
പാർക്കും. ഉഷസ്സിലോ ആനന്ദ ഘോഷം വരും. അതായത് എന്നും സന്ധ്യയുടെ അനുഭവമായിരിക്കത്തില്ല. ഹൗ ഡു വി ഗെറ്റ് ദ ജോയ്? ബൈ പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. പറ്റുമോ ദൈവവേദിലേ? വെയിറ്റ് ചെയ്യുക. കർത്താവ് നിനക്ക് സന്തോഷം തരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കഷ്ടങ്ങളിൽ പതറാതെ വണ്ണം ആ കഷ്ടങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പേഷ്യൻസ് കർത്താവെ ഉണ്ടായി വന്ന് കഷ്ടതയിൽ പ്രശംസിപ്പാൻ, ഞാൻ കഷ്ടതയിൽ ഗുണമായി എന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ പറവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.